നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. വ്യാപാരി വ്യവസായ വെൽഫെയർ സഹകരണ സംഘത്തിൽ നിക്ഷേപം നടത്തി തട്ടിപ്പിനിരയായവരും അവരുടെ കുടുംബാംഗങ്ങളും തലശ്ശേരിയിലെ വ്യാപാര ഭവന് മുന്നിൽ ധർണാ സമരം നടത്തി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് അവസാനിപ്പിക്കാനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യുവജന തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത്. കോപ്പാലത്ത് അക്രമകാരികളായി ഇതര സംസ്ഥാന തൊഴിലാളികളായ മദ്യപാനികൾ. ഇവരുടെ തമ്മിലടിയും അക്രമങ്ങളിലും കൈകെട്ടിരിക്കുകയാണ് പ്രദേശവാസികളും വ്യാപാരികളും. ചാന്ദ്രദിനാചരണത്തെ വേറിട്ട രീതിയിൽ ആഘോഷിച്ച് പാനൂർ UP സ്കൂൾ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്രമുഹൂർത്തവും ലൂണാർ റോവറിന്റെ സഞ്ചാരവും സ്കൂൾ മുറ്റത്ത് പുനരാവിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിയന്ത്രണത്തിലുള്ള വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘത്തിൽ നിക്ഷേപം നടത്തി തട്ടിപ്പിനിരയായവരും അവരുടെ കുടുംബാംഗങ്ങളും തലശ്ശേരിയിലെ വ്യാപാരി ഭവന് മുന്നിൽ ധർണാ സമരം നടത്തി. നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടും തട്ടിപ്പിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ധർണ സാമൂഹ്യ പ്രവർത്തകൻ A. ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിക്ഷേപം നടത്തിയ 20-ന് മേലെയുള്ള ആളുകൾ ഭൂരിപക്ഷവും സെക്രട്ടറിയുടെ ബന്ധുമിത്രാദികളാണ്. ആ ബന്ധുമിത്രാദികളെ ചതിച്ചുകൊണ്ട് സെക്രട്ടറി ഇങ്ങനെ ഒരു തട്ടിപ്പിന് കൂട്ടുനിൽക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. സംഘത്തിൻ്റെ നിയന്ത്രണം വൻതോക്കുകളായ ഇവിടുത്തെ ചില കച്ചവടക്കാരാണ് എന്ന് നാട്ടിൽ സംസാരമുണ്ട്. ഈ കച്ചവടക്കാരുടെ ഇടയിൽ തന്നെ അത്തരം വിഷയങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട്. പക്ഷേ അവരൊക്കെ കാണാമറയത്താണ്. അത്തരം കാണാമറയത്തുള്ള വൻതോക്കുകളെ യൂണിറ്റ് പ്രസിഡൻ്റായാലും ശരി, യൂണിറ്റ് സെക്രട്ടറി ആയാലും ശരി, അവരറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ളക്ക് സെക്രട്ടറിയെ ബലിയാടാക്കി നിങ്ങൾക്ക് തടിയൂരാമെന്ന് നിങ്ങൾ സ്വപ്നം പോലും കാണണ്ട. വർഷങ്ങളായി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചതെന്നും ഇപ്പോൾ അത് തിരിച്ചു കിട്ടാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും നിക്ഷേപകർ ആരോപിച്ചു. സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തി മുഴുവൻ നിക്ഷേപകരുടെയും പണം തിരിച്ചു നൽകാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സംഘത്തിന്റെ സെക്രട്ടറി KC ജോജിഷ് ഒളിവിൽ പോയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം തലശ്ശേരി CI N. പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നും ഇയാളെ പിടികൂടിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ 4 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക സൂചന. വിവിധ ആളുകളിൽ നിന്ന് 1,93 ലക്ഷം രൂപ സ്വീകരിച്ചതായി ജോജിഷ് പോലീസിന് മൊഴി നൽകിയതായും അറിയുന്നു. 12% വാർഷിക പലിശ വാഗ്ദാനം ചെയ്താണ് നിരവധി പേരിൽ നിന്നും സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പണം സമാഹരിച്ചതെന്നാണ് പരാതി. നഷ്ടപ്പെട്ട നിക്ഷേപം എത്രയും വേഗം തിരിച്ചു കിട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് അവസാനിപ്പിക്കാനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യുവജന തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനത്തിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ
റെയിൽവേ കൊമേഴ്സ്യൽ മാനേജറുടെ ഓഫീസ് ഉപരോധിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അംഗം പി സനീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന്റെ ഈ വികസനമുഖമായിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷന് പണ്ട് കാലങ്ങളിലെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിനകത്ത് ഉണ്ടായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഈ നാടിനകത്തുള്ള വികസന പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കേണ്ട ഈ റെയിൽവേ സ്റ്റേഷൻ അനാഥമാക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനകത്ത് അധികാരികൾ കടന്നു വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഈ നാടിനകത്ത് കൊണ്ടുവരുന്നത്. വരും കാലഘട്ടത്തിനകത്ത് ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ മേഖലകൾക്കും ഇന്ന് സ്വകാര്യവൽക്കരണം വലിയ രീതിയിലേക്ക് കടന്നു വരികയാണ്. റെയിൽവേ സ്റ്റേഷനകത്ത് പാർസൽ മേഖല നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ സമരം നടത്തിയത്. തൊട്ട് മുന്നേ ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണവും അതുപോലെ തന്നെ ഈ സ്വകാര്യവൽക്കരണം എല്ലാം തന്നെ അനുദിനം നാം എല്ലാം തന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മുഹമ്മദ് ഫാസിൽ അധ്യക്ഷനായി. ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരമാണ് മത്സ്യം കയറ്റുമതി ചെയ്ത് പോകുന്നത്. ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരം ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ അവരുടെ തൊഴിൽ മാർഗമായി ഇന്ത്യൻ റെയിൽവേയെ ആശ്രയിക്കുകയാണ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇത് നിർത്തലാക്കുന്നതോടുകൂടി യുദ്ധപ്രഖ്യാപനമാണ് തലശ്ശേരിയിലെ ജനങ്ങളോട് നടത്താൻ വേണ്ടി തയ്യാറാവുന്നത്. തലശ്ശേരിയിലെ മാത്രമല്ല, ഈ തലശ്ശേരിയിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങളോട് ഇവർ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് റെയിൽവേ സ്റ്റേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ആരെയെങ്കിലും ഇവിടെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല. ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം. ഇതാ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഡോർ തുറന്ന് അകത്ത് കയറി ഈ ഉദ്യോഗസ്ഥന്റെ മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് ചെയ്യാതിരുന്നത് സമാധാനപരമായി ഈ പ്രതിഷേധം രേഖപ്പെടുത്തണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. ബ്ലോക്ക് സെക്രട്ടറി പി വി സച്ചിൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശരത് രവീന്ദ്രൻ, ഫിദ പ്രദീപ്, കെ മർഫാൻ എന്നിവർ സംസാരിച്ചു. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ CITU തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ST ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ ഈ പാർസൽ റെയിൽവേ സർവീസിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചുരുങ്ങിയ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ പല സ്ഥലത്തേക്കും എത്തിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇതുവഴി നഷ്ടപ്പെടുന്നത്. അതുമാത്രമല്ല, അതിനോടനുബന്ധമായി ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ 6 താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ 12 പേർക്ക് നേരിട്ട് തൊഴിൽ നഷ്ടമാകുകയാണ്. ഈ പാർസൽ സർവീസിൻ്റെ ഭാഗമായി ചുമട്ടുതൊഴിലാളികളും മറ്റാളുകളും ഇവിടേക്ക് വരുന്ന പാർസൽ സർവീസിൻ്റെ ഭാഗമായി അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ റെയിൽവേ ജനപക്ഷത്ത് നിന്നല്ല പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേ ഇത്ര കാലമായി സ്വകാര്യവൽക്കരണത്തിലൂടെ ജനതാൽപര്യം മറന്നുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നേരത്തെ തന്നെ സീനിയർ സിറ്റിസൺ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള യാത്രാ ഇളവ് ഒരു സുപ്രഭാതത്തിൽ റെയിൽവേ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ടിക്കറ്റ് ക്യാൻസലേഷൻ, റിസർവേഷൻ ക്യാൻസലേഷന് ഏതാണ്ട് 40% പൈസയാണ് റെയിൽവേ കട്ടാക്കുന്നത്. RAC എന്ന് പറഞ്ഞുകൊണ്ടും വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടും നിരവധിയായിട്ടുള്ള പൈസ സാധാരണക്കാരായ ജനങ്ങൾ മുൻകൂട്ടി റെയിൽവേയിൽ അടച്ചിട്ടും സീറ്റ് കിട്ടാനോ ബർത്ത് കിട്ടാനോ കിട്ടുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗം വടക്കൻ ജനാർദ്ദനൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി A രമേഷ് ബാബു സംസാരിച്ചു. കോപ്പാലത്ത് അക്രമകാരികളായി ഇതര സംസ്ഥാന തൊഴിലാളികളായ മദ്യപാനികൾ. ഇവരുടെ തമ്മിലടിയും അക്രമങ്ങളിലും സഹികെട്ടിരിക്കുകയാണ് പ്രദേശവാസികളും വ്യാപാരികളും. ബസ് സ്റ്റോപ്പുകളടക്കം മദ്യപിച്ച് ലക്കുകെട്ട മദ്യപാനികൾ കൈയടക്കിയതോടെ പെരുവഴിയിലായിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾ അടക്കമുള്ള യാത്രക്കാർ. പന്തക്കൽ കോപ്പാലം മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ മദ്യപാനികളുടെ ശല്യം കാരണം പ്രദേശവാസികൾ ദുരിതത്തിൽ. മദ്യപിച്ചെത്തുന്നവർ ബസ് സ്റ്റോപ്പുകളും റോഡരികുകളും കൈയടക്കി മണിക്കൂറുകളോളം തമ്പടിക്കുന്നത് യാത്രക്കാർക്കും നാട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. മദ്യലഹരിയിലായ ഇവർ തമ്മിലുള്ള വാക്ക് തർക്കങ്ങളും സംഘർഷങ്ങളും പതിവാണ്. പല സന്ദർഭങ്ങളിലും ന്യൂമാഹി പോലീസ് സ്ഥലത്തെത്തി ഇവരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതേസമയം പന്തക്കൽ പോലീസ് ഇത്തരം മദ്യപാനികളെ അതിർത്തി കടത്തിവിട്ട് പ്രശ്നം ഒഴിവാക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം കോപ്പാലം മാക്കുനി മേഖലകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വീണ്ടും വ്യാപകമായതും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
ഇത്തരം ലഹരി വസ്തുക്കൾ തേടിയെത്തുന്നവരുടെ എണ്ണവും കൂടിയതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. മുമ്പ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയതിനെ തുടർന്ന് വിൽപ്പന പൂർണ്ണമായും നിലച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വിവിധ പേരുകളിലും രൂപങ്ങളിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ വീണ്ടും കടകളിൽ സുലഭമാണെന്നാണ് ആരോപണം. മദ്യപാനികളുടെ ശല്യത്തിനും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കുമെതിരെ പോലീസ്, എക്സൈസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ സംയുക്ത പരിശോധനയും കർശന നടപടികളും അടിയന്തരമായി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അറിവിന്റെ ആഗോളവേദിയിൽ പാനൂരിന്റെ അഭിമാനം ഉയർത്തി മറ്റൊരു യുവപ്രതിഭ. വെസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫുഡ് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ പാനൂർ പാലക്കോലിലെ ജാബിർ ബിൻ യൂസഫിന്റെ നേട്ടം നാടിന് അഭിമാന നിമിഷമായി. അധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മികവുറ്റ വിജയകഥയാണ് പാനൂർ പാലക്കോലിലെ ജാബിർ ബിൻ യൂസഫിൻ്റേത്. ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ വെസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫുഡ് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടി ജാബിർ ശ്രദ്ധേയമായ അക്കാദമിക നേട്ടമാണ് സ്വന്തമാക്കിയത്. പാനൂർ കുത്തുബിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ പഠനത്തിന് ശേഷം വടകര റാണി പബ്ലിക് സ്കൂളിലാണ് +2 പഠനം നടത്തിയത്. പ്രവാസി വ്യവസായി ചിറ്റുളി യൂസഫ് ഹാജിയുടെയും ആയിഷയുടെയും മകനായ ജാബിറിൻ്റെ ഈ വിജയം കുടുംബത്തിൻ്റെയും നാടിൻ്റെയും അഭിമാനം ഉയർത്തുന്നതാണ്. യാസർ അസ്ല, ആസിം, ഹുസ്ന എന്നിവരാണ് സഹോദരങ്ങൾ. ഭക്ഷ്യസാങ്കേതിക വിദ്യയുടെ നൂതന സാധ്യതകൾ ലോകത്തിനു മുന്നിൽ തുറന്നുകിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാബിറിൻ്റെ വിദ്യാഭ്യാസ നേട്ടം പുതിയ സാധ്യതകളിലേക്കുള്ള ആത്മവിശ്വാസപൂർണമായ ചുവടുവെപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഉന്നത പഠനത്തിലൂടെ കൈവരിച്ച ഈ നേട്ടത്തിന് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ആശംസകളും ഒപ്പം അഭിനന്ദനങ്ങളും അറിയിച്ചു. ചാന്ദ്ര ദിനാചരണത്തെ വേറിട്ട രീതിയിൽ ആഘോഷിച്ച് പാനൂർ UP സ്കൂൾ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്ര മുഹൂർത്തവും ലൂണാർ റോവറിന്റെ സഞ്ചാരവും സ്കൂൾ മുറ്റത്ത് പുനരാവിഷ്കരിച്ചപ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അത് മറക്കാനാവാത്ത അനുഭവമായി. ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയതിൻ്റെ ഓർമ്മ പുതുക്കി പാനൂർ UP സ്കൂളിൽ ശ്രദ്ധേയമായ ചാന്ദ്ര ദിനാചരണം. സ്കൂൾ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂൾ മുറ്റത്ത് ചന്ദ്രോപരിതലത്തിൻ്റെ മാതൃക ഒരുക്കി ചരിത്ര നിമിഷങ്ങൾ പുനരാവിഷ്കരിച്ചത്. അപ്പോളോ 11 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതും നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് ആദ്യ ചുവടുവയ്ക്കുന്നതും അമേരിക്കൻ പതാക ചന്ദ്രനിൽ സ്ഥാപിക്കുന്നതും തുടർന്ന് അപ്പോളോ 15, 16, 17 ദിവസങ്ങളിലെ ലൂണാർ റോവർ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നതുമെല്ലാം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ സമയം കഴിഞ്ഞ് രാത്രി 7 മണിക്കാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാത്രി വൈകിട്ടും 20 മിനിറ്റോളം നീണ്ടുനിന്ന അവതരണത്തിന് സാക്ഷികളാകാൻ നിരവധി കുട്ടികളും രക്ഷിതാക്കളും സ്കൂൾ മുറ്റത്തെത്തി. മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം എന്ന നീൽ ആംസ്ട്രോങ്ങിൻ്റെ ചരിത്രവാക്കുകൾ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു അവതരണം. സ്കൂൾ പഠനകാലത്ത് പുസ്തകങ്ങളിൽ മാത്രം വായിച്ച ഈ ചരിത്ര സംഭവം നേരിൽ കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വേറിട്ട അനുഭവമാണെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേപോലെ അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഈ വർഷത്തെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു പ്രോജക്റ്റ് അത് ഇന്നിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മറ്റേതൊരു വിദ്യാലയത്തിലും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനം. ഞങ്ങളുടെ ശാസ്ത്രാധ്യാപകൻ ശ്രീ രൂപേഷ് മാസ്റ്ററുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ഇവിടെ അവതരിപ്പിച്ചത്. അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും. സംസ്ഥാനത്ത് സ്കൂൾ തല ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി ഇത്തരമൊരു സമഗ്ര പുനരാവിഷ്കരണം ആദ്യമായാണ് സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. പഠനവും അനുഭവവും ഒരുമിപ്പിച്ച ഈ നവീന പ്രവർത്തനം വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും
വലിയ കൗതുകമാണ് സൃഷ്ടിച്ചത്. ഇന്ന് നമ്മുടെ പാനൂർ സ്കൂളിൽ എൻ്റെ 3 മക്കൾ പഠിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ വന്നിട്ട് ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത് സ്വതവേ കുട്ടികൾക്ക് വന്ന് നമ്മൾ പറയുന്ന ഒരു അറിവേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഓരോരോ എക്സ്പെരിമെൻ്റ് കാണിക്കുമ്പോഴാണ് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു വ്യക്തത കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാബു മാഷും നമ്മുടെ സ്കൂളിലത്തെ റൂപേഷ് മാഷും നമ്മുടെ സ്കൂളിലത്തെ പ്രവർത്തകരെല്ലാം ചേർന്ന് ഇത് നല്ല പൂർവ്വം നടത്തിയിട്ടുണ്ടായിരുന്നു. നന്ദി. ഇതിന് പുറകെ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് കാണിച്ച ഈ പരിപാടി നല്ല അടിപൊളി പരിപാടിയാണ്. ഇതുപോലെ ഇനിയും പ്രവർത്തനങ്ങൾ വരണം. അതൊരു കുട്ടികൾക്ക് എല്ലാ വിധത്തിലും പ്രോത്സാഹനമായിരിക്കും. ചാന്ദ്രദിനാചരണത്തെ കേവലം ഒരു ആഘോഷമാക്കി മാറ്റാതെ ചരിത്രം കുട്ടികളുടെ മുന്നിൽ ജീവനോടെ അവതരിപ്പിച്ച പാനൂർ യു പി സ്കൂളിൻ്റെ ഈ മാതൃകാപരമായ സംരംഭം വിദ്യാഭ്യാസ രംഗത്തും ഏറെ ശ്രദ്ധ നേടുകയാണ്. ഒരു കാലത്ത് പ്രകൃതിയുടെ പാഠശാലയായി വിദ്യാർത്ഥികളെയും പ്രകൃതി സ്നേഹികളെയും ആകർഷിച്ചിരുന്ന വടക്കേ പൊയിലൂരിലെ PR കുറുപ്പ് സ്മാരക പ്രകൃതി പഠന കേന്ദ്രം ഇന്ന് അവഗണനയുടെ കനത്ത നിഴലിലാണ്. കാടുകയറി മൂടിയ പരിസരവും മഴയിലെ തകർന്ന കെട്ടിടവും ഒരു സ്വപ്ന പദ്ധതിയുടെ ദുരവസ്ഥ തുറന്നുകാട്ടുകയാണ്. പ്രകൃതിയും ടൂറിസം സാധ്യതകളും ഒരുപോലെ ഒത്തുചേരുന്ന ഈ കേന്ദ്രത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി KP ഷീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. വടക്കേ പൊയിലൂരിലെ പച്ചപ്പിന്റെ മടിത്തട്ടിൽ 1 ഏക്കറോളം വനഭൂമിയിലായിരുന്നു PR കുറുപ്പ് സ്മാരക പ്രകൃതി പഠന കേന്ദ്രത്തിന്റെ ജനനം. പ്രകൃതിയെ പുസ്തകത്താളുകൾക്കുമപ്പുറം അനുഭവിച്ചറിയാൻ കഴിയുന്ന പഠനവേദി എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സംരംഭം. വനമന്ത്രിയായിരിക്കെ അന്തരിച്ച മുൻമന്ത്രി PR കുറുപ്പാണ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അദ്ദേഹത്തിൻ്റെ നിര്യാണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ കേന്ദ്രത്തിന് PR കുറുപ്പ് സ്മാരക പ്രകൃതി പഠന കേന്ദ്രമെന്ന് നാമകരണം ചെയ്യുകയായിരുന്നു. 2001 ഫെബ്രുവരി 6 അന്നത്തെ വനമന്ത്രിയായിരുന്ന CK നാണുവാണ് കേന്ദ്രം നാടിന് സമർപ്പിച്ചത്. വന്യമൃഗങ്ങളുടെ അസ്ഥികൂടങ്ങൾ, സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്ന ചെറുജീവികളുടെ അപൂർവ ശേഖരങ്ങൾ, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ അടുത്തറിയാൻ സഹായിക്കുന്ന പ്രദർശനങ്ങൾ. ഒരു കാലത്ത് വിജ്ഞാനത്തിൻ്റെ വാതായനമായിരുന്നു ഈ കേന്ദ്രം. ഇന്ന് കാലത്തിൻ്റെ കനത്ത മുറിവുകളേറ്റാണ് നിൽക്കുന്നത്. കാട് കയറി മൂടിയ പരിസരം, മഴയിൽ തകർന്നു വീണ കെട്ടിടം, നഷ്ടപ്പെട്ട പഠന സാമഗ്രികൾ എല്ലാം ചേർന്ന് അവഗണനയുടെ നേർചിത്രമാണ് ഇവിടെ കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ താമസിച്ച് പ്രകൃതി പഠന ക്യാമ്പുകൾ നടത്താൻ ലക്ഷ്യമിട്ടാണ് ഈ കേന്ദ്രം രൂപകൽപ്പന ചെയ്തത്. PR കുറുപ്പിൻ്റെ മകനും മുൻ കൃഷിമന്ത്രിയുമായിരുന്ന KP മോഹനൻ നരിക്കോട്ടുമലയും ഈ പഠന കേന്ദ്രവും സംയോജിപ്പിച്ച് ഒരു ടൂറിസം പദ്ധതിക്ക് രൂപം നൽകാൻ ശ്രമിച്ചെങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ല. പൊയിലൂർ ശ്രീമുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പഠന കേന്ദ്രത്തിലേക്കുള്ള റോഡ് നവീകരിച്ചതോടെ യാത്രാ സൗകര്യം ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ സകുടുംബം ഇവിടെ എത്തുന്നത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലും നരിക്കോട്ടുമലയുടെ മനോഹര ദൃശ്യവിസ്മയവും സായാഹ്നങ്ങളിൽ 100 കണക്കിന് കുടുംബങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ്. അനുയോജ്യമായ ഈ സാഹചര്യത്തിൽ കാലപ്പഴക്കത്തിൻ്റെ മുറിവുകൾ മാറ്റി PR കുറുപ്പ് സ്മാരക പ്രകൃതി പഠന കേന്ദ്രത്തിന് പുതുജീവൻ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് 25 കൊല്ലം മുമ്പേ PR കുറുപ്പിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് എടുത്തൊരു ബിൽഡിംഗ് ആയിരുന്നു. ഇതുവരെ അതിനെപ്പറ്റി ആരും ഒരു പുറൽ പോലും കേൾക്കാതെ കുറച്ച് പ്രാവശ്യം കൊണ്ടു നടന്നതിന് പിന്നെ അനാദിയായി കിടക്കുന്നു. ഇത് പല പഠന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഉള്ള സാധനമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അനാസമുണ്ടോ എന്തെന്നാ അറിയില്ല, ഗവൺമെൻറ്റിൻ്റെ അനാസമുണ്ടോ എന്നറിയില്ല, അത് നഷ്ടപ്പെട്ടു പോയി. ഇത് പുനരുദ്ധാരണം ചെയ്തിട്ട് നന്നാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഇത് നല്ലൊരു പ്രകൃതി സ്ഥലമാണ്. ഈ വടക്കേ പൊയിലൂരിൻ്റെ കണ്ണായ സ്ഥലമാണ്. അതുകൊണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് പുനരുദ്ധാരണം ചെയ്യണമെന്ന് പറയുന്നു, അഭ്യർത്ഥിക്കുന്നു. സംരക്ഷണവും നവീകരണവും ഉറപ്പാക്കിയാൽ പരിസ്ഥിതി പഠനത്തിൻ്റെയും ഗ്രാമീണ ടൂറിസത്തിൻ്റെയും ശ്രദ്ധേയ കേന്ദ്രമായി ഈ ഇടം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ.
25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ കതിരൂർ, ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ നഗരസഭയിലെ പുല്ലൂക്കര വാർഡിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സ്നേഹാദരം തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂക്കര തയ്യുള്ളതിൽ മദ്രസ ഹാളിൽ നടന്ന സ്നേഹാദരം ചടങ്ങ് തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപൻ IPS ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു ഡോക്ടറായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസിലേക്ക് എത്തി. രണ്ടിൻ്റെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നമ്മളുടെ കുട്ടികൾക്ക് വീഴാൻ പാകത്തിന് ആവശ്യത്തിന് ചതിക്കുഴികൾ ഈ ടെക്നോളജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ
വിഷമം തോന്നിക്കുന്ന പല സംഗതികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെട്ടുപോകുന്ന പല കേസുകളും കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന മുതിർന്നവരോട്, നിങ്ങളൊക്കെ എൻ്റെ അച്ഛനമ്മയുടെ പ്രായത്തിലുള്ളവരാണ്, ദയവായിട്ട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു കണ്ണ് അതിന് മേലെ വെക്കുക. അത്രയ്ക്കുള്ള പ്രൈവസിയൊക്കെ മതി 18 വയസ്സ് വരെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ആക്റ്റീവായിട്ട് തന്നെ ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാമും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പല കേസുകളും നമ്മൾ പിടിക്കാറുണ്ട്. എൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഞാൻ അധികം പിടിക്കുന്ന കേസുകൾ പത്രത്തിൽ കൊടുക്കാനും പബ്ലിസിറ്റിക്കും നമ്മൾ അധികം പോകാറില്ല. കാരണം ചെറിയ കേസുകളിൽ നിന്ന് പിടിച്ചാൽ നമുക്ക് വലിയതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ചെറിയ കേസ് നമ്മൾ പത്രത്തിൽ കൊടുത്ത് നിങ്ങളെല്ലാവരും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുന്ന പോലെ തന്നെ ഈ കണ്ണീട് അറ്റത്തുള്ളവർ അത് വായിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ കുറച്ചുകൂടെ ജാഗരൂകരാകും. ഇപ്പോൾ കഴിഞ്ഞ ഒരു ന്യൂമാർക്കിൽ നമ്മൾ ആദ്യം ഒരു ചെറിയ കേസ് നമ്മൾ പിടിച്ചു. ചെറിയൊരു കേസാണ് പിടിച്ചത് 17 വയസ്സുള്ള ഒരു പയ്യനെ MDMA ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ 17 വയസ്സുള്ള പയ്യനെ നമ്മൾ കേസിൽ ഉൾപ്പെടുത്തിയില്ല. കാരണം കേസിൽ ഉൾപ്പെടുത്തിയാൽ അവൻ്റെ ഭാവി അതോടെ അവതാളത്തിലാകും അറിയാവുന്നതുകൊണ്ട് തന്നെ അവനെ കേസിൽ ഉൾപ്പെടുത്താതെ അതിൻ്റെ അടുത്ത ലെവൽ ആരാണെന്ന് തപ്പി നമ്മൾ ചെന്നപ്പോഴാണ് തലശ്ശേരിയിൽ നിന്ന് നമുക്ക് അതിൻ്റെ 200 ഗ്രാമോളം MDMA ഒറ്റ കേസിൽ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞു. വാർഡ് പരിധിയിലെ SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. പാനൂർ നഗരസഭ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. EA നാസർ, KSCB പെരിങ്ങത്തൂർ AE ഇർഫാൻ ഹബീബ്, പെരിങ്ങളം കൃഷി ഓഫീസർ പ്രയാഗ്, മുനിസിപ്പൽ കോർഡിനേറ്റർ ഷാമിൽ എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ NP മുനീർ സ്വാഗതവും T സഹദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. LIC AOI തലശ്ശേരി ബ്രാഞ്ച് 1 സമ്മേളനം സംഗമം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ, ഇന്ത്യയിലെ പാവപ്പെട്ടവർ, തൊഴിലാളികൾ അനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോ, അവരുടെ അവകാശങ്ങളോ ഹനിക്കപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പിൽ കണ്ണടയ്ക്കുന്നതാണ് രാജ്യത്തെ ഇന്നത്തെ ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന മീഡിയ സംവിധാനം. എല്ലാ സത്യവും നമ്മുടെ കൺമുമ്പിൽ അവർ മറച്ചു പിടിക്കുകയാണ്. നുണകളെക്കൊണ്ട് ഒരു ലോകത്തെ, ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താമെന്ന അനുഭവം പാഠമാക്കി ഇന്ത്യയിലെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ ആ നുണകൾക്ക് അതിൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഇന്ത്യയിലെ ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സങ്കീർണമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം. ലോകത്തെല്ലാം ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഗോള തലം, ലോകത്തിന്റെ സാഹചര്യം ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരു ഭാഗത്ത് യുദ്ധം, സാമ്രാജ്യത്വം അടിച്ചേൽപ്പിക്കുന്ന യുദ്ധം തലശ്ശേരിക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ പോലും സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇറാനിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ അടുക്കളകളെ ബാധിച്ചത് എന്നത് നമ്മൾ അനുഭവിച്ചു കഴിയും. ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങളോട്, ഇടതുപക്ഷ മൂല്യങ്ങൾ എത്തിപ്പിടിക്കുന്നവരോട് ചില ആളുകൾ ചോദിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അവരെ തമാശയാക്കാൻ, അവരെ കളിയാക്കാൻ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ. നിങ്ങൾ സോവിയറ്റ് യൂണിയനിൽ മഴ പെയ്യുമ്പോൾ തലശ്ശേരിയിൽ കൊടപിടിക്കുന്നവരല്ലേ? അങ്ങനെയായിരുന്നു ഈ നാട്ടിലെ ഇടതുപക്ഷ മൂല്യങ്ങളെ, പുരോഗമന നന്മകൾ ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനങ്ങളെ, സംഘടനകളെ ആക്ഷേപിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രസിഡന്റ് G. ജിഷ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C. രമേശൻ സ്വാഗതം പറഞ്ഞു. AP സാവിത്രി സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി V. രമേശൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് അനിൽകുമാർ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PV മധുസൂദനൻ, ഡിവിഷൻ കമ്മിറ്റി അംഗം മുരളീധരൻ, LIC എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി രജില, CATU തലശ്ശേരി ഏരിയ സെക്രട്ടറി രമേശ് ബാബു, NFIAFWI സെക്രട്ടറി പ്രകാശൻ, VN തോമസ്, വിനയൻ, MK സജിത എന്നിവർ സംസാരിച്ചു. 25 വർഷം പൂർത്തിയായ LIC ഏജന്റുമാരെ കാരായി രാജൻ MLA സമ്മേളനത്തിൽ ആദരിച്ചു.
ചെറുവക്കര കുടുംബസംഗമം വിവിധ പരിപാടികളോടെ തലശ്ശേരി ഓറിയോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. കുടുംബത്തിലെ മുതിർന്ന കാരണവർ റഹീം ചെറുവക്കര ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ ഹാജി ക്വാളിറ്റി അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര പരിശീലകനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ മുഖ്യാതിഥിയായി. തുടർന്ന് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ഹാഫിളുകളായ കുട്ടികളെയും 10ാം ക്ലാസ് പ്ലസ് 2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. പ്രൊഫഷണൽ ബിരുദം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചെറുവക്കര തറവാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും പുതിയ തലമുറയ്ക്ക് മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് MV മുഹമ്മദ് സലീം വിശദീകരിച്ചു. കുടുംബത്തിന്റെ കീഴിൽ നടക്കുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് അഹമ്മദ് അൻവർ ചെറുവക്കര സംസാരിച്ചു. സാഹിർ ചെറുവക്കര സ്വാഗതവും സിദ്ദിഖ് ചെറുവക്കര നന്ദിയും പറഞ്ഞു. PM നാസർ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും SSLC പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. പാനൂർ വ്യാപാര ഭവനിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും SSLC പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. പാനൂർ വ്യാപാര ഭവനിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മുൻ സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീന്റെ ഫോട്ടോ അനാച്ഛാദനം PK പ്രവീൺ MLA നിർവഹിച്ചു. സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങളനുസരിച്ച് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്നുകൊണ്ട് പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ മാറ്റങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ഉണ്ടാക്കാനും അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും അതിൻ്റെതായ നേട്ടങ്ങൾ ഈ സംഘടനയ്ക്ക് നിലവിലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യാപാര വ്യവസായ ഏകോപന സമിതി നിലനിൽക്കുന്നോളം കാലം അതേ നസറുദ്ദീൻ സാഹിബിന്റെ പേരുകൾ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ചരിത്രത്തിന്റെ ഭാഗമാകും എന്നും നിലനിൽക്കും. അതിന് പിന്നോടിയായിട്ടാണ് ഓരോ മേഖലയിലെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. വ്യാപാര വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ PK പ്രവീൺ MLAക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുമാണ് സ്വീകരണം നൽകിയത്. ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. പാനൂർ നഗരസഭാധ്യക്ഷ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ആദര സമർപ്പണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് KK പുരുഷോത്തമൻ അധ്യക്ഷനായി. സെക്രട്ടറി KM മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ, കൗൺസിലർമാരായ ഷമീന സുബൈർ, ആബിദ അഷ്റഫ്, ജസിത സുരേന്ദ്രൻ, KK സെറീന, T മുഹമ്മദ് നജീർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം E മഹമ്മൂദ്, KT ശ്രീധരൻ, BT അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന കടവത്തൂർ തെണ്ടപ്പറമ്പിലെ KP ചാത്തുക്കുട്ടി മാസ്റ്ററുടെ 17ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റും ജനതാദൾ നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കടവത്തൂരിലെ KP ചാത്തുക്കുട്ടി മാസ്റ്ററുടെ 17ാം ചരമവാർഷിക അനുസ്മരണം, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരം എന്നിവ നടത്തി. കടവത്തൂർ തെണ്ടപ്പറമ്പിലെ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ മുൻ മന്ത്രി KP മോഹനന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും പുഷ്പാർച്ചനയിൽ പങ്കാളികളായി.
തുടർന്ന് അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ കൃഷിമന്ത്രി കെ പി മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു കെ പി ചാത്തുട്ടി മാസ്റ്റർ എന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് പറയുമ്പോൾ കുട്ടികളാണ്. കുട്ടികളുടെ അച്ഛനും അമ്മയും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഈ പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു CSPയുടെ കാലഘട്ടം. അന്നത്തെ കാലഘട്ടമൊക്കെ തന്നെ ഓർക്കുന്നത് ചാത്തുട്ടി മാസ്റ്ററുടെയാണ്. അത് ചാത്തുട്ടി മാസ്റ്ററും നിർമ്മലാചേട്ടനും അതുപോലെ പോരാട്ടനും ഒക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കാലഘട്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോയി. കലാരംഗത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലാരംഗത്ത് അതോടൊപ്പം തന്നെ മറ്റ് സാഹിത്യരംഗത്തൊക്കെ തന്നെ ചാത്തുട്ടി മാസ്റ്ററുടെ പ്രവർത്തനത്തിലായിരുന്നു. അത് അധ്യാപക സംഘടനകൾക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിലായിരുന്നു ചാത്തുട്ടി മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ആളുകളുടെയും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും തന്നെ PR-ൻ്റെ ഏത് പ്രശ്നങ്ങളായാലും അതിനൊക്കെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും എതിരായിട്ട് പറയുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ ചാത്തുട്ടി മാസ്റ്ററായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നു. RJD സീനിയർ നേതാവ് KP ചന്ദ്രമാസ്റ്റർ, RJD കണ്ണൂർ ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത്, മഹിളാ ജനതാദൾ സംസ്ഥാന അധ്യക്ഷ OP ഷീജ, കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലർ N ധനഞ്ജയൻ, RJD കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ, സെക്രട്ടറി CKB തിലകൻ മാസ്റ്റർ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ശാന്തി കമ്മിറ്റി ചെയർമാൻ PP പവിത്രൻ, ഹരീഷ് കടവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പാർച്ചനയ്ക്ക് തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് അംഗം KC മുകുന്ദൻ, VP ചാത്തു മാസ്റ്റർ, മുൻ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കരുവാങ്കണ്ടി ബാലൻ, PP രാഗേഷ്, KP റിഞ്ഞിൽ, KK ദാമു മാസ്റ്റർ, PTK നാരായണൻ, KP പ്രഭാകരൻ, OK സുരേന്ദ്രൻ, കൈവേലിക്കൽ ഭാസ്കരൻ, കല്ലിൽ ചന്ദ്രൻ, VP ആഷിൻ, P നാണു, K സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well-equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോർ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238
05459 Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിസിംഗ് റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകളിലേക്ക്. ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ ശക്തമായ സന്ദേശവുമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA കണ്ണൂർ മേഖല വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സംഗമം ബോധവൽക്കരണത്തിന്റെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും വേദിയായി മാറി. ജീവിതമാണ് ഏറ്റവും മനോഹരമായ ചിത്രം, അതിൽ ലഹരിയുടെ കറുത്ത പുള്ളികൾ വീഴാതെ കാക്കാം എന്ന സന്ദേശമുയർത്തിയാണ് AKPA കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ലഹരി വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ഈ മാഫിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ നമ്മുടെ മക്കൾ അറിയാതെയാണ്, അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല, പക്ഷെ അപ്രതീക്ഷിതമായി അവരതിൻ്റെ പാക്കറ്റിൽ പെട്ടുപോവുകയാണ്. അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ച് മടക്കം ഒരു യാത്രയ്ക്ക് പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഉപയോഗം അവരുടെ ബുദ്ധിശക്തിയെ, അവരുടെ ഓർമ്മശക്തിയെ, അവരുടെ ആരോഗ്യത്തെ എല്ലാം ബാധിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആലോചിക്കുക, ഒരു രക്ഷിതാക്കൾക്കും ഒരു അധ്യാപകന്മാർക്കും ഒരു പൊതുസമൂഹത്തിനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോഴാണ് എൻ്റെ പൊതുമക്കൾ നിങ്ങൾ ആലോചിക്കണം, പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾക്ക് പോയി അവർ തരുന്ന ചോക്ലേറ്റോ അല്ല മറ്റ് സ്നേഹത്തോടെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഒരു പാനീയോ. AKPA മേഖലാ പ്രസിഡന്റ് പ്രകാശ് സാഗർ അധ്യക്ഷനായി. കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ജ്യോതി മുഖ്യാതിഥിയായി. P. ജയകുമാർ, പവിത്രൻ മൊണോലിസ, പ്രജിത് കണ്ണൂർ, ശ്രീവത്സൻ അഴീക്കോട്, MN കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി സുധർമ്മൻ സ്വാഗതവും ട്രഷറർ K. സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ BC പ്രഭുനാഥ് രസതന്ത്രം എന്ന ഏകപാത്ര നാടകം അവതരിപ്പിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച് പ്രേക്ഷകരിൽ ശക്തമായ ബോധവൽക്കരണം പകരുന്നതായി ഏകപാത്ര നാടകം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഓർമ്മകൾ തിരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അവന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ്. ഇതൊക്കെ കാണുമ്പോ ലഹരി വലിഞ്ഞു മുറുക്കി അവന്റെ നരമ്പുകളിലേക്ക് അവനെ പൊടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ തലച്ചോറിനുള്ളിലേക്ക്. ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും കണ്ണൂർ മേഖലയിലെ ഫോട്ടോഗ്രാഫർമാരും ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. കുണ്ടുചിറ TV അനന്തൻ നായർ സ്മാരക സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാരായി രാജൻ MLAക്ക് സ്വീകരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും
മാതൃകാപരമായ രക്തദാന സേവനം നടത്തിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് രഘുനാഥൻ കോട്ടായി ഷാൾ അണിയിച്ച് കാരായി രാജൻ MLA സ്വീകരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി KV രാജീവൻ അധ്യക്ഷത വഹിച്ചു. SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MLA ഉപഹാരങ്ങൾ നൽകി. രക്തദാന രംഗത്ത് കേരള സർക്കാരിൻ്റെ അവാർഡ് നേടിയ സുഗീഷ് പുല്യോടി, TT റംല, 100 തവണ രക്തദാനം നടത്തിയ T മനോജ് എന്നിവരെയും ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു. ഇവരാണ് നാളത്തെ നമ്മൾ കൈപിടിച്ച് നടക്കേണ്ടവർ എന്നതല്ല, ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടവർ, കുടുംബത്തെ, ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടവർ ഇവരൊക്കെ തന്നെയാവുന്നത് കൊണ്ടാണ് നെയ്യില്ലാത്ത വിധം ഇത്തരത്തിലുള്ള അനുമോദന ചടങ്ങുകൾ നാടെമ്പാടും സംഘടിപ്പിക്കപ്പെട്ടു വരുന്നത്. ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, അവിടെയുള്ള ഒരു പഞ്ചായത്തിൽ, അവിടെ ഗ്രാമപഞ്ചായത്തുകൾ ഇതുപോലെയുണ്ട്. ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനങ്ങൾ അവിടെ നിലവിലുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിൽ 10,000 25,000 ആളുകളാണ് ഒരുപക്ഷെ അവിടെ വികസിക്കുന്നുണ്ടാവുക. ഒരു ഗ്രാമം വിട്ട് മറ്റൊരു ഗ്രാമം, ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റാളുകളെ കാണാൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചാലാണ് മനുഷ്യരെ തന്നെ പരസ്പരം കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ, ഒരു പഞ്ചായത്തിൽ, അവിടെ ഒരു അനുമോദന ചടങ്ങിൻ്റെ വീഡിയോ ചിത്രമാണ് കാണാൻ സാധിച്ചത്. അത് അവിടുത്തെ ഒരു ഹൈസ്കൂളിൽ നിന്ന് 10ാം തരം പാസ്സായ ഒരു കുട്ടിക്കുള്ള അനുമോദന ചടങ്ങാണ് ആ ഗ്രാമം വളരെ ആവേശത്തോടെ, സന്തോഷത്തോടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇന്നിവിടെ സഖാവ് TV അനന്തൻ നായർ സ്മാരക ക്ലബിൻ്റെ പരിസരത്തുള്ള SSLC പരീക്ഷ എഴുതി പാസ്സായവർ നിരവധി പേരുകൾ, എന്നാൽ അതിൽ A+ നേടിയവരെയാണ് നമ്മളിവിടെ അനുമോദന ചടങ്ങിന് ഒരുപക്ഷെ വിളിച്ചിട്ടുണ്ടാവുക. എല്ലാവരും A+ നേടിയവർ തന്നെ നിരവധിയാണ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലതിക, ദിനേശ് ബാബു എന്നിവർ സംസാരിച്ചു. K. ജീഷ്മ സ്വാഗതവും PV ജയൻ നന്ദിയും പറഞ്ഞു. ചടങ്ങ് വിദ്യാർത്ഥികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും നേട്ടങ്ങളെ അംഗീകരിക്കുന്ന വേദിയായി മാറി. തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ ഗുരു പൂർണിമ ആഘോഷിച്ചു. വിദ്യാർത്ഥികളും 100ഓളം രക്ഷിതാക്കളും പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സംപൂജ്യ സ്വാമിജി അമൃത കൃപാനന്ദപുരിയുടെ നേതൃത്വത്തിലാണ് ഗുരുപാദപൂജ, അർച്ചന, സംസ്കൃതി പൂജ, സത്സംഗം, ഭജന, ആരതി എന്നിവ നടന്നത്. ഗുരുപൂർണിമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും സ്വാമിജി സത്സംഗത്തിൽ സംസാരിച്ചു. വിദ്യാർത്ഥികളും 100ഓളം രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യജി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ചിന്മയം വ്യാപ്യ സർവം വൈരോഗ്യം സചരാചരം പരപരം ദർശികം യേന. ഫോട്ടോഗ്രാഫർ പന്തക്കൽ ഇടയിൽ പീടികയിലെ തുണ്ടിയിൽ വിപിലേഷ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. പരേതനായ തുണ്ടിയിൽ വിശ്വനാഥൻ ബേബി ഉമ ദമ്പതികളുടെ മകനാണ്. വിനീഷ്, വിജോയ്, വിജിത്ത്, വിപിൻ എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് മാഹി പൊതുശ്മശാനത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. വ്യാപാരി വ്യവസായ വെൽഫെയർ സഹകരണ സംഘത്തിൽ നിക്ഷേപം നടത്തി തട്ടിപ്പിനിരയായവരും അവരുടെ കുടുംബാംഗങ്ങളും തലശ്ശേരിയിലെ വ്യാപാര ഭവന് മുന്നിൽ ധർണാ സമരം നടത്തി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് അവസാനിപ്പിക്കാനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യുവജന തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത്. കോപ്പാലത്ത് അക്രമകാരികളായി ഇതര സംസ്ഥാന തൊഴിലാളികളായ മദ്യപാനികൾ. ഇവരുടെ തമ്മിലടിയും അക്രമങ്ങളിലും കൈകെട്ടിരിക്കുകയാണ് പ്രദേശവാസികളും വ്യാപാരികളും. ചാന്ദ്രദിനാചരണത്തെ വേറിട്ട രീതിയിൽ ആഘോഷിച്ച് പാനൂർ UP സ്കൂൾ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്രമുഹൂർത്തവും ലൂണാർ റോവറിന്റെ സഞ്ചാരവും സ്കൂൾ മുറ്റത്ത് പുനരാവിഷ്കരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.